ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പോർഷൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് ആണ്. ഇൻറ്റഗ്രൽസിൻ്റെ കേസിൽ ആപ്ലിക്കേഷൻ ലെവല് ഏറ്റവും അധികം വരുന്നത് ഏരിയ കണ്ടുപിടിക്കാനാണ്. നമ്മളിപ്പോൾ ഏത് കർവിൻ്റെ ഏരിയ പല മെത്തേഡിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. ആ കേസിലുള്ള ഏതിലെയും ഏരിയ ഇൻറ്റഗ്രൽസ് വെച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. പല ഇക്വേഷൻസ്, സ്ക്വയറിൻ്റെ ഏരിയ, എലിപ്സിൻ്റെ ഏരിയ, അങ്ങനെ ഒരു ലൈനിൻ്റെ ഏരിയ, ഇതെല്ലാം നമ്മൾ പല ഇക്വേഷൻസ് വെച്ച് ചെയ്തു. ഇപ്പോൾ ഇൻറ്റഗ്രൽസ് കേസ് വെച്ചിട്ടാണെങ്കിൽ ഏത് കർവിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനും, അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ ഏതാണോ കർവ് തന്നിട്ടുള്ളത്, y ആണ് കർവ് തന്നിട്ടുള്ളതെങ്കിൽ ഇൻറ്റഗ്രൽ ആ വൈയെ എക്സിൻ്റെ dx വെച്ചിട്ട് അങ്ങ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏത് കർവാണെങ്കിലും ആ കർവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പം അവിടെ തന്നിരിക്കുന്ന ലിമിറ്റ് ഇൻറ്റഗ്രൽ ഓവർ എക്സ്, ഇൻറ്റഗ്രൽ ഓവർ എക്സ് വൈ ഡി എക്സ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ലിമിറ്റ് വെച്ച് വേണം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ. തിരിച്ചും ചെയ്യാം. എക്സ് ആണ് കർവ് തന്നതെങ്കിൽ ഓർ ഏരിയ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സിൻ്റെ ആണ് കർവ് തന്നതെങ്കിൽ എക്സ് ഡി വൈ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് വേണം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ. ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു കർവിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. ഇൻറ്റഗ്രൽ വൈ ഡി എക്സിൽ എക്സിൻ്റെ ലിമിറ്റാണ് തരുന്നതെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനും, വൈയുടെയാണ് ലിമിറ്റ് തരുന്നതെങ്കിൽ കർവിനെ വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇതാണ് ഏറ്റവും ബേസിക്കായിട്ട് ഇൻറ്റഗ്രൽസിൻ്റെ ആപ്ലിക്കേഷൻ ലെവല്. അപ്പോൾ ഇതിൽ നമുക്ക് +2 ലെവലിൽ ഇൻറ്റഗ്രൽസിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പം ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് പ്രോബ്ലംസിലോട്ട് ചെയ്തു നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ബേസിക് ഐഡിയ. അപ്പോൾ അതിൽ നമുക്ക് എക്സർസൈസിൽ എല്ലായ്പ്പോഴും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ bounded by the curve, bounded by the curve, find the area of the region bounded by the curve, y square is equal to x. Find the area of the region bounded by the curve, y square is equal to x. And the line x is equal to 1 comma x is equal to 4, x is equal to 1 comma x is equal to 4, and the x-axis, and the x-axis, and the x-axis. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ കർവിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. എക്സിൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്. ഈ കർവിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എക്സിൻ്റെ ആണ് ലിമിറ്റ് തന്നതെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ എക്സ് വൈ ഡി എക്സ് ചെയ്യണം. എക്സിൻ്റെ ലിമിറ്റ് ആണെങ്കിൽ എക്സ് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. വൈയുടെയാണ് ലിമിറ്റ് തന്നതെങ്കിൽ വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ട് 1ഉം 4ഉം. അപ്പോൾ ലോവർ ലിമിറ്റ് 1, അപ്പർ ലിമിറ്റ് 4. അപ്പോൾ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 4. വൈ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് എക്സ്. അപ്പോൾ വൈയുടെ വാല്യൂ √x dx, വൈയുടെ വാല്യൂ √x dx. അപ്പോൾ ഇതിൽ √x ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം √xൻ്റെ വാല്യൂ അറിയാം, x⁻². √xഉം x⁻² ഒന്ന് തന്നെയാണ്. അപ്പം ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 4 x⁻² dx, x⁻² dx. ഏറ്റവും ബേസിക് ഐഡിയ ഇൻറ്റഗ്രേഷൻ്റെ അകത്ത് ഇൻറ്റഗ്രൽ
എക്സ് റൈസ് ടു എൻ ഡി എക്സ് ആണെങ്കിൽ എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. ഡെഫിനിറ്റ് ഇൻറ്റേഗ്രൽ ആകുമ്പം കോൺസ്റ്റൻറ്റ് വേണ്ട, ഇത് ഇൻഡെഫിനിറ്റ് ഇൻറ്റേഗ്രൽ ആയതുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റും കൂടി ചേർത്തെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ എക്സ് റൈസ് ടു വൺ ബൈ ടുവിൻ്റെ ഇൻറ്റേഗ്രൽ എക്സ് റൈസ് ടു വൺ ബൈ ടു പ്ലസ് വൺ ബൈ വൺ ബൈ ടു പ്ലസ് വൺ. അപ്പോൾ വാല്യൂ എക്സ് റൈസ് ടു വൺ ബൈ ടു പ്ലസ് വൺ, വൺ ബൈ ടു പ്ലസ് വൺ 3/2 ബൈ 3/2 ലിമിറ്റ് 1 to 4, ലിമിറ്റ് 1 to 4, എക്സ് റൈസ് ടു 3/2 ബൈ 3/2 ലിമിറ്റ് 1 to 4. അപ്പോൾ ഈ വാല്യൂവിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പം എക്സ് റൈസ് ടു 3/2 ബൈ 3/2 ഡിവൈഡ് ചെയ്യേണ്ടതിന് റെസിപ്രോക്കലിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 2/3 ഇൻറ്റു 2/3 കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു എക്സിന് അപ്പർ ലിമിറ്റ് മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം 4/3/2 മൈനസ് 1/3/2. 1 എനി വാല്യൂ വന്നാൽ ആൻസർ 1 ആണ്. 4/3/2 മൈനസ് 1/3/2 ഇങ്ങനെ നിർത്താം. അല്ലെങ്കിൽ ഈ 4/3/2 ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. 4/3/2. അപ്പോൾ അവിടെ വാല്യൂ പല മെത്തേഡിൽ ചെയ്യാം. 4³ the whole raised to 1/2, a raised to m the whole raised to n, a raised to mn. അപ്പോൾ 3 ഇൻറ്റു 1/2 3/2. അല്ലെങ്കിൽ 4നെ 2² ആയിട്ട് നിർത്താം. അങ്ങനെ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 4/3 64, 4 ഇൻറ്റു 4 ഇൻറ്റു 4 64/1/2. ഏതൊരു വാല്യൂ റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് വാല്യൂ ആണ്. അപ്പോൾ 4/1/2 റൂട്ട് 64, അങ്ങനെയാണ് ആൻസർ 8 ആയത്. റൂട്ട് 64 8. അപ്പം 2/3 ഇൻറ്റു 8 മൈനസ് 1 7, 7 ഇൻറ്റു 2 14/3. ഏരിയ ആവുമ്പം സ്ക്വയർ യൂണിറ്റ്. അപ്പം ഇവിടെ ആ തന്നിരിക്കുന്ന കർവിൻ്റെ ഏരിയ ഇൻറ്റേഗ്രൽസ് ലെവലിൽ വെച്ച് നമ്മൾ ചെയ്തപ്പം ഇൻറ്റേഗ്രേറ്റ് ചെയ്തെടുത്തു. തന്നിട്ടുള്ള ലിമിറ്റ് എക്സിൻ്റെ ആയിരുന്നു. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് കൊടുത്തു. y² തന്നു, വൈയുടെ വാല്യൂ കണ്ടുപിടിച്ച് ഇൻറ്റേഗ്രേറ്റ് ചെയ്തു. അപ്പോൾ 14/3 സ്ക്വയർ യൂണിറ്റ്. അതാണ് ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ, 14/3 സ്ക്വയർ യൂണിറ്റ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കാണുമല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്ത് ഡൗട്ട്സ് നിങ്ങളുടേത് കമൻറ്റ് ചെയ്താൽ നമ്മൾ ആൻസർ പറഞ്ഞു തരും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇതേ മോഡല് സിമിലർ പാറ്റേണിൽ വേറൊരു ക്വസ്റ്റ്യൻ, അത് ഏരിയ കണ്ടുപിടിക്കാൻ തന്നെ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ. Find the area of the region bounded by the curve, bounded by the curve y² is equal to 9x, y² is equal to 9x, x is equal to 2, x is equal to 4, x is equal to 2, x is equal to 4, and the x-axis x is equal to 2, x is equal to 4 and the x-axis. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ എക്സിൻ്റെ ലിമിറ്റാണ് തന്നത്. അപ്പം ഏരിയ കണ്ടുപിടിക്കാൻ എക്സിൻ്റെ ലിമിറ്റ് തന്നു എങ്കിൽ ഇൻറ്റേഗ്രൽ ഓവർ എക്സ് y dx. ലിമിറ്റ് തന്നിട്ടുണ്ട് 2 to 4, ഇതാണ് ലിമിറ്റ്. y² വാല്യൂ തന്നു 9x. അപ്പോൾ വൈയുടെ വാല്യൂ കാണാൻ റൂട്ട് 9x ഇൻറ്റു dx.
ഇപ്പം ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ റൂട്ട് എ ബി റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. അപ്പം റൂട്ട് 9 ഇൻറ്റു റൂട്ട് എക്സ് റൂട്ട് 9 ഇൻറ്റു റൂട്ട് എക്സ്. അപ്പം ഈ വാല്യൂ റൂട്ട് 9 ഇൻറ്റു റൂട്ട് എക്സ് റൂട്ട് 9ൻ്റെ വാല്യൂ 3 ആണ്. റൂട്ട് 9 3 ഇൻറ്റേഗ്രൽ 2 to 4 റൂട്ട് എക്സ് എക്സ് റൈസ് ടു 1/2 ഡി എക്സ്. റൂട്ട് 9ൻ്റെ വാല്യൂ 3 ഇൻറ്റു റൂട്ട് എക്സ് റൈസ് ടു 1/2 ഡി എക്സ്. അപ്പം ഈ വാല്യൂ 3 ഇൻറ്റു എക്സ് റൈസ് ടു 1/2ൻ്റെ ഇൻറ്റേഗ്രൽ എക്സ് റൈസ് ടു 3/2 ബൈ 3/2 ലിമിറ്റ് 2 to 4 3 ഇൻറ്റു കോൺസ്റ്റൻറ്റ് വെളിയിൽ കൊടുക്കുമ്പം ഡിവൈഡഡ് ബൈ 3/2 റെസിപ്രോക്കലിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 2/3 ഇൻറ്റു 4 റൈസ് ടു 3/2 മൈനസ് 2 റൈസ് ടു 3/2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ 4 റൈസ് ടു 3/2 സ്പ്ലിറ്റ് ചെയ്തെടുത്തപ്പം 4 റൈസ് ടു 3/2 ഇപ്പം ചെയ്തത് 4³ റൈസ് ടു 1/2 ആയിരുന്നു. 64 റൈസ് ടു 1/2 റൂട്ട് 64 8 ആണ് കിട്ടിയത്. അതേപോലെ 2 റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 1 ഇൻറ്റു 2 റൈസ് ടു 1/2 ആണ്. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ 1 പ്ലസ് 1/2 3/2 അതാണ് 2 റൈസ് ടു 3/2. അപ്പോൾ വാല്യൂ 2 ഇൻറ്റു റൂട്ട് 2 ഒരു വാല്യൂ റൈസ് ടു 1/2 ആ വാല്യൂവിൻ്റെ റൂട്ട് എടുക്കുന്നതാണ്. അപ്പം 2 ഇൻറ്റു റൂട്ട് 2 3യും 3യും ക്യാൻസലായിപ്പോയി. ബാക്കി 2 ഇൻറ്റു 8 മൈനസ് 2 റൂട്ട് 2. ഈ 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇല്ലെങ്കിലും ടോട്ടൽ ഏരിയ സ്ക്വയർ യൂണിറ്റിൽ എഴുതിയാൽ മതി. സ്ക്വയർ യൂണിറ്റ് 16 മൈനസ് 4 റൂട്ട് 2 സ്ക്വയർ യൂണിറ്റ്. ഇങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് ഇൻറ്റേഗ്രൽസ് യൂസ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ്. എക്സ് ലിമിറ്റ് ആണെങ്കിൽ എക്സ് വെച്ച് ഇൻറ്റേഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ കർവ് വൈ എടുക്കണം. വൈയുടെ ലിമിറ്റ് ആണെങ്കിൽ എക്സ് ആണ് കർവ് വരിക. വിത്ത് റെസ്പെക്റ്റ് വൈയിൽ ചെയ്യും. ക്വസ്റ്റ്യൻസിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തിരിച്ച് ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ തിരിച്ചുള്ള ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 3 ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ്. Find the area of the region bounded by the curve x square is equal to 4y. Area of the region bounded by the curve x square is equal to 4y, comma y is equal to 2, y is equal to 4. Y is equal to 2, y is equal to 4. And the y-axis, y is equal to 2, y is equal to 4 and the y-axis. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏരിയ കണ്ടുപിടിക്കാൻ തന്നെയാണ്. വൈയുടെ ആണ് ലിമിറ്റ് തന്നത്. അപ്പോൾ ഏരിയ കാണാൻ ഇൻറ്റേഗ്രൽ ഓവർ വൈ എക്സ് ഡി വൈ. ഇൻറ്റേഗ്രൽ ഓവർ വൈ എക്സ് ഡി വൈ. വൈയുടെ ആണ് ലിമിറ്റ് തന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റേഗ്രേറ്റ് ചെയ്യണം. എക്സ് ആണ് കർവ്. അപ്പോൾ ഇൻറ്റേഗ്രൽ എക്സ് വൈയുടെ വാല്യൂ 2 to 4 എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4y ആണ്. അപ്പോൾ എക്സ് കാണാൻ റൂട്ട് 4y dy. റൂട്ട് 4y dy.
റൂട്ട് എ ബി റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. അപ്പോൾ √4 2 ഇൻറ്റു √y. ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ √4 ഇൻറ്റു √y. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് വെളിയിൽ കൊടുത്തു. ഏരിയ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻറ്റേഗ്രൽ 2 to 4 √y ആണ് y⁻²² dy. കോൺസ്റ്റൻ്റ് വെളിയിൽ കൊടുത്തിട്ട് √y വാല്യൂ y⁻² dy. 2 ഇൻറ്റു y⁻²ൻ്റെ ഇൻറ്റേഗ്രൽ വാല്യൂ y⁻² + 1 3/2/3/2. ലിമിറ്റ് 2 to 4. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പം 2 ഇൻറ്റു ഡിവൈഡ് ചെയ്യേണ്ടതിന് റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 2/3 ഇൻറ്റു 4⁻³ മൈനസ് 2⁻³. 2 ഇൻറ്റു 2 4/3. 4/3 ഇൻറ്റു 4⁻³ ആണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലെല്ലാം ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് 8 മൈനസ് 2⁻³ സിംപ്ലിഫൈ ചെയ്തിപ്പോൾ കണ്ടു 2√2. 4/3 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെ ഇവിടെ നിർത്താം. ഇതാണ് സ്ക്വയർ യൂണിറ്റ് എന്ന് അതിൻ്റെ യൂണിറ്റ് കൂടെ എഴുതി വേണം കംപ്ലീറ്റ് ചെയ്യാൻ. ഏരിയ ആകുമ്പോൾ സ്ക്വയർ യൂണിറ്റും വോളിയം ആകുമ്പോൾ ക്യൂബിക് യൂണിറ്റുമാണ് വരിക. അപ്പോൾ ഇതിൽ വൈയുടെ ലിമിറ്റ് തന്നിട്ടുള്ളത് കൊണ്ട് എക്സിൻ്റെ കർവ് ഇൻറ്റേഗ്രേറ്റ് ചെയ്ത് വൈയുടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു. ഇതുപോലെ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യനാണ് ഇത്. സിമ്പിളായിട്ടുള്ള ഇത് പരാബോളയാണെന്നറിയാം. ഇതുപോലെ വരുന്നത് എലിപ്സിൻ്റെ ഏരിയ കാണാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. എലിപ്സിൻ്റെ ഏരിയ. അപ്പോൾ എലിപ്സ് രണ്ട് രീതിയിലാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. എലിപ്സിൻ്റെ കർവ് എക്സ് ആക്സിലാണ് കവർ ചെയ്തതെങ്കിൽ, എലിപ്സിൽ എക്സ് ആക്സിലാണ് കവർ ചെയ്തതെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ x² പ്ലസ് y² = 1. അപ്പോൾ a² ഗ്രേറ്റർ ദാൻ b². ഇതാണ് നമ്മൾ ഫസ്റ്റ് കാറ്റഗറി പഠിക്കുന്ന എലിപ്സ്. അപ്പോൾ നമ്മൾ കോണിക് സെക്ഷനിൽ പഠിച്ച് കഴിഞ്ഞ വർഷം എലിപ്സ്, പരാബോള, ഹൈപ്പർബോള, സർക്കിൾസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിരുന്നു. ആ കാറ്റഗറിയിൽ എലിപ്സ് എക്സ് ആക്സിനെ കവർ ചെയ്യുന്നതാണെങ്കിൽ ഇതാണ് എലിപ്സിൻ്റെ നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഇക്വേഷനാണ് a² ഗ്രേറ്റർ ആയിരിക്കണം, b²-നേക്കാട്ടി വലുത് a² ആയിരിക്കണം. ഇങ്ങനെയുള്ള ഒരു കർവ് ഏരിയ കാണാൻ പറഞ്ഞാൽ 4 ക്വാഡ്രൻറ്റിലുണ്ട് എലിപ്സ്. അപ്പം നമ്മൾ ഒരു ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ കണ്ടിട്ട് ഇൻറ്റു 4 ചെയ്യുന്നതാണ് ടോട്ടൽ ഏരിയ. ഒരു പേനയുടെ വില 5 രൂപയാണെങ്കിൽ 10 പേനയുടെ വില കാണാൻ നമ്മൾ 10 × 5 അല്ലെ 10 × 5 വാല്യൂ ചെയ്യുക. അതേപോലെ 4 ക്വാഡ്രൻറ്റിലുമാണ് ഉള്ളതെങ്കിൽ ഒരു ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ കണ്ടിട്ട് ഇൻറ്റു 4. ഇപ്പം പരാബോളയാണെങ്കിലും 2 ക്വാഡ്രൻറ്റിലാണ് വരുന്നതെങ്കിൽ ഒരു ക്വാഡ്രൻറ്റിൻ്റെ ചെയ്തിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. അതേപോലെ സർക്കിളാണേലും ഹൈപ്പർബോളയാണേലും ഏത് കേസിലും ഒരു എണ്ണത്തിൻ്റെ ചെയ്തിട്ട് ഇൻറ്റു എത്ര ക്വാഡ്രൻറ്റിലുണ്ടോ അത്രയും മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. നമുക്ക് എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് അത് ചെയ്യാൻ എളുപ്പം. കാരണം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ലോവർ ലിമിറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. അപ്പോൾ ഈ കേസിലെല്ലാം ഏരിയ കണ്ടുപിടിക്കാൻ ഈ കാറ്റഗറി ആണെങ്കിൽ ഏരിയ കാണാൻ ജനറൽ ഇക്വേഷൻ ഇൻറ്റേഗ്രൽ ഓവർ y dx. ഇതാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ
ഏരിയ കണ്ടുപിടിക്കാൻ എലിപ്സിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ഇൻറ്റഗ്രൽ ഓവർ എക്സ് വൈ ഡി എക്സ്. ഇതാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ ഏരിയ കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇതേപോലെ അടുത്ത കാറ്റഗറിയിൽ എലിപ്സ് വൈ ആക്സിസിനെ കവർ ചെയ്യുന്ന എലിപ്സാണ്. സെക്കൻഡ് കാറ്റഗറിയിലെ എലിപ്സ് എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ്. ഈ കേസിൽ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, എക്സ് സ്ക്വയർ ബൈ അല്ല തിരിച്ചെഴുതാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അത് എലിപ്സിൻ്റെ തന്നെ ഇക്വേഷൻ. അവിടെയും എ സ്ക്വയർ ഗ്രേറ്റർ ആണ്, പക്ഷെ രണ്ടാമത്തെ കേസിലാണ് എ സ്ക്വയർ വന്നത്. അപ്പോൾ ഇവിടെ ഈ കാറ്റഗറി വരുന്ന എലിപ്സിൻ്റെ ഏരിയ കാണാൻ തിരിച്ച് ചെയ്യണം ഇൻറ്റഗ്രൽ ഓവർ വൈ എക്സ് ഡി വൈ. ഇൻറ്റഗ്രൽ ഓവർ വൈ എക്സ് ഡി വൈ, അതാണ് സെക്കൻഡ് കാറ്റഗറിയിലെ എലിപ്സിൻ്റെ ഇക്വേഷൻ. നിങ്ങളിതിന് പകരം തിരിച്ചും പഠിച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ ബൈ ഇത് തിരിച്ച് ചെയ്യുമ്പോഴും സെക്കൻഡ് കാറ്റഗറിയിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ എ സ്ക്വയർ വലുതായിരിക്കണം. അപ്പം ഇതാണ് സെക്കൻഡ് കാറ്റഗറിയിലെ ഇക്വേഷൻ. ഒരു എക്സാമ്പിൾ കാണിച്ചാൽ എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈസ് ഈക്വൽ ടു 1. ഒരു കാറ്റഗറി. എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈസ് ഈക്വൽ ടു 1. വേറൊരു കാറ്റഗറി എടുക്കുമ്പം എക്സ് സ്ക്വയറിൻ്റെ താഴെ വലിയ ഇത് വന്നാൽ ഫസ്റ്റ് വന്നാൽ അത് ഫസ്റ്റ് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന എലിപ്സും, വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററായിട്ട് വലിയ വാല്യൂ വന്നാൽ അത് സെക്കൻഡ് കാറ്റഗറിയാണ്. ഏത് കേസ് വന്നാലും എ സ്ക്വയർ ആണ് വലുത്. ഇവിടെ എ സ്ക്വയർ 9 ബി സ്ക്വയർ 4, ഇവിടെ എ സ്ക്വയർ 9 ബി സ്ക്വയർ 4 തിരിച്ചു വന്നതേ ഉള്ളൂ. ഈ കേസാണെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി ആണെങ്കിൽ ഏരിയ കാണാൻ ഇൻറ്റഗ്രൽ ഓവർ എക്സ് വൈ ഡി എക്സ്. സെക്കൻഡ് കാറ്റഗറി ആണ് ഏരിയ കാണാൻ ഇൻറ്റഗ്രൽ ഓവർ വൈ എക്സ് ഡി വൈ. ഇതാണ് ആ രണ്ട് കാറ്റഗറിയിലും എലിപ്സിൻ്റെ ഏരിയ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻറ്റഗ്രൽസിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ചെയ്തു നോക്കാം നമുക്ക്. പ്രോബ്ലത്തിൽ ക്ലിയർ ആയി കാണുമല്ലോ. തന്നിരിക്കുന്നത് ഫസ്റ്റിൽ എക്സ് സ്ക്വയറിൻ്റെ താഴെയാണ് വലിയ വാല്യൂ എങ്കിൽ ഫസ്റ്റ് കാറ്റഗറിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സെക്കൻഡിലാണെങ്കിൽ വൈ സ്ക്വയറിൻ്റെ താഴെ വലിയ വാല്യൂ വന്നാൽ അത് സെക്കൻഡ് കാറ്റഗറിയാണ്. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റിലെ തന്നെ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. ക്വസ്റ്റ്യൻ എഴുതുക. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ bounded by the curve. Area of the region bounded by the curve. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈസ് ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അത് കാണുമ്പോൾ അറിയാം എക്സ് സ്ക്വയറിൻ്റെ താഴെ വലിയ വാല്യൂ വന്നാൽ ഡിനോമിനേറ്റർ വലുത് വന്നാൽ ഫസ്റ്റ് കാറ്റഗറി. അപ്പം ഇവിടെ എലിപ്സ് നമ്മൾ വരയ്ക്കുമ്പം എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന എലിപ്സാണ്. അപ്പം അതിൽ ഒരു ക്വാഡ്രൻ്റ് എടുത്തു. ആ ക്വാഡ്രൻറ്റിൻ്റെ ലോവർ ലിമിറ്റ് 0 ആണ്. എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ്. അപ്പം അതിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ചെയ്തിട്ട് ടോട്ടൽ ഏരിയ കാണാൻ ഇൻറ്റു 4 ചെയ്താൽ മതി. അപ്പം ഇതിൽ ഏരിയ കണ്ടുപിടിക്കാൻ ഇൻറ്റഗ്രൽ ഓവർ എക്സ് വൈ ഡി എക്സ് ആണ്. ഇതാണ് ഏരിയ. ഇൻറ്റഗ്രൽ ഓവർ എക്സ് വൈ ഡി എക്സ്. ഈ എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗത്തിൽ പറഞ്ഞാൽ എക്സിൻ്റെ ലിമിറ്റ് കാണാൻ കർവിൽ വൈക്ക് ഒറിജിൻ വാല്യൂ 0 കൊടുത്താൽ മതി. വൈയുടെയാണ് ലിമിറ്റ് കാണേണ്ടതെങ്കിൽ എക്സിന് 0 അപ്ലൈ ചെയ്താൽ മതി.
എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ, എക്സിൻ്റെ ലിമിറ്റ് കാണാൻ ആ കർവിൽ വൈക്ക് 0 കൊടുക്കുമ്പം, വൈയുടെ വാല്യൂ 0 കൊടുക്കുമ്പം വാല്യൂ x²/16 ഇത് 0 ആയിപ്പോയി, ഈസ് ഈക്വൽ ടു 1. അപ്പോൾ x² ഈസ് ഈക്വൽ ടു 16, x² ഈസ് ഈക്വൽ ടു 16. എക്സ് √16 ആണ്, +or-4. എക്സിൻ്റെ വാല്യൂ √16 +or-4, √9 +or-3, √64 +or-8. അപ്പോൾ √16 +or-4. അപ്പോൾ ഏരിയ എക്സിൻ്റെ ലിമിറ്റ് ഓൾറെഡി -4 തൊട്ട് +4 വരെ എക്സിൻ്റെ ലിമിറ്റ് എടുക്കേണ്ടതാണ്. നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ലോവർ ലിമിറ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to 4 ആണ്. അതാണ് എക്സിൻ്റെ ലിമിറ്റ്, 0 to 4. അതാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ എക്സിൻ്റെ ലിമിറ്റ് കാണുമ്പം 0 to 4. വൈയുടെ വാല്യൂ ഈ കർവിൽ നിന്നും കിട്ടണം, ഈ കർവിൽ നിന്നും വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്യണം. എക്സിൻ്റെ ലിമിറ്റ് 0 to 4 ആണ്. വൈയുടെ കർവ് കണ്ടുപിടിക്കാൻ, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വൈയുടെ ടേം മാത്രം ഒരു സൈഡിൽ നിർത്തി. അപ്പം ഈ വാല്യൂ y²/9 ഈസ് ഈക്വൽ ടു 1 - x²/16. y² ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു y² ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പം 16 - x²/16. 16 - x²/16. ആ 16 ഇവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ 16 അവിടെ എഴുതിയാലും ഇപ്പുറത്തോട്ട് മാറ്റി എഴുതിയാലും സെയിം ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ കാണാൻ y ഈസ് ഈക്വൽ ടു √9/16 ഇൻറ്റു 16 - x². അപ്പോൾ √AB √A ഇൻറ്റു √B. അപ്പോൾ √9 3/√16 4 ഇൻറ്റു √16 - x². ഇതാണ് വൈയുടെ വാല്യൂ, 3/4 ഇൻറ്റു √16 - x². അതാണ് വൈയുടെ വാല്യൂ. അപ്പോൾ വൈയുടെ വാല്യൂ ഉണ്ട്, എക്സിൻ്റെ ലിമിറ്റും ഉണ്ട്. ഇവിടെ അപ്ലൈ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏരിയ കാണാൻ എക്സിൻ്റെ ലിമിറ്റ് ഇപ്പം നമുക്ക് കിട്ടിയത് 0 to 4 ആണ്. അപ്പോൾ അവിടുത്തെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ ഇൻറ്റഗ്രൽ 0 to 4. വൈയുടെ കർവ്, വൈയുടെ വാല്യൂ 3/4 ഇൻറ്റു √16 - x² dh. ഇത്രയും വന്നു. എക്സിൻ്റെ ലിമിറ്റും വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ ഇൻറ്റഗ്രേഷനകത്ത് ഇത്രയും കേസ് വന്നെങ്കിൽ കോൺസ്റ്റൻറ്റ് വെളിയിൽ കൊടുക്കണം, 3/4 വെളിയിൽ കൊടുക്കണം. അത് കോൺസ്റ്റൻറ്റ് വെളിയിൽ കൊടുക്കുമ്പം 3/4 ഇൻറ്റു ലിമിറ്റ് 0 to 4 √16 - x² dh. √16 - x² dh. അപ്പോഴാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു റിസൾട്ട്, ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു റിസൾട്ടാണിത്. സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇൻറ്റഗ്രൽ √A² - x² dh. ഇൻറ്റഗ്രൽ √A² - x² dh x/2 ഇൻറ്റു √A² - x² പ്ലസ് x/2 ഇൻറ്റു √A² - x² പ്ലസ്
എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. സ്റ്റാൻഡേർഡ് ഫോം പല ഫോമിലുള്ള നമ്മൾ പഠിച്ചു. ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് 1 റൂട്ടില്ലാതെ 1 എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, പല ഫോമുണ്ട്. ഇതിലെല്ലായ്പ്പോഴും വരുന്ന റിസൾട്ട് ഇതാണ്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, എക്സ് സ്ക്വയർ അത് തന്നെ. ആ റിസൾട്ട് അപ്ലൈ ചെയ്തെടുക്കണം. അപ്പോൾ വാല്യൂ 3/4 കോൺസ്റ്റൻ്റ് ആണ്. ആ 3/4 വെളിയിൽ നിർത്തി 3/4 ഇൻറ്റു ബാക്കിയുള്ള റിസൾട്ട് അപ്ലൈ ചെയ്തപ്പം എക്സ് ബൈ 2 റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 16/2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പം എക്സ് ബൈ 4, ലിമിറ്റ് 0 to 4. കണ്ടോ, ഇവിടെ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്തു. എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2, എ സ്ക്വയർ ആണ് 16, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇതിൽ എക്സിന് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കണം, മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കണം. 3/4 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം 4/2 2 ഇൻറ്റു 16 മൈനസ് 16 0 0 ഇൻറ്റു ഒരു വാല്യൂ 0 പ്ലസ് 16/2 8 സൈൻ ഇൻവേഴ്സ് 4/4 1 സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ലോവർ ലിമിറ്റ് എക്സ് ഉള്ളിടത്തെല്ലാം 0 അപ്ലൈ ചെയ്തപ്പം 0/2 0 0 ഇൻറ്റു ഒരു വാല്യൂ 0 പ്ലസ് 8 സൈൻ ഇൻവേഴ്സ് 0/4 0 സൈൻ ഇൻവേഴ്സ് 0 സൈൻ ഇൻവേഴ്സ് 0. ആദ്യം എക്സിന് 4 ഇട്ട് കൊടുത്തു അപ്പർ ലിമിറ്റ്, മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ വാല്യൂ 3/4 ഇൻറ്റു 8 ഇൻറ്റു ഇൻവേഴ്സ് ട്രിഗണോമെട്രി നമ്മൾ പഠിച്ചു. സൈനിന് 1 വരുന്ന ആംഗിള് 90 ഡിഗ്രി, സൈൻ 0 0, സൈൻ 90 ആണ് 1. അപ്പം സൈനിന് 1 വരുന്നത് π/2 മൈനസ് 0 പ്ലസ് 8 ഇൻറ്റു സൈനിന് 0 വരുന്നത് 0 ആണ്, അതുകൊണ്ട് എഴുതണ്ട. ഇവിടെ ആൻസർ 3/4 ഇൻറ്റു 8/2 4 4π 4ഉം 4 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ആൻസർ 3π. 4ഉം 4ഉം ക്യാൻസൽ ആയിപ്പോയി, ആൻസർ 3π. ഇത് ഒരു ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ ആണ്, ഒരു ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ. അപ്പം ടോട്ടൽ ഏരിയ കാണാൻ 4 ക്വാഡ്രൻറ്റിൻ്റെയും കൂടിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ അറിയാമെങ്കിൽ ടോട്ടൽ ഏരിയ കാണാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3π 4 ഇൻറ്റു 3π ടോട്ടൽ ഏരിയ 4 ഇൻറ്റു 3π. അപ്പം ടോട്ടൽ ഏരിയ കിട്ടിയത് 12π. ടോട്ടൽ ഏരിയ 12π സ്ക്വയർ യൂണിറ്റ്, 12π സ്ക്വയർ യൂണിറ്റ്. ഇതാണ് ആ എലിപ്സിൻ്റെ എക്സ് ആക്സ് കവർ ചെയ്യുന്ന എലിപ്സിൻ്റെ ഏരിയ. തിരിച്ച് വൈ ആക്സിസ് കവർ ചെയ്യുന്നതാണെങ്കിൽ ഇക്വേഷൻ മാറും. അപ്പോൾ വൈയുടെ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് എക്സിൻ്റെ കർവിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസിൻ്റെ ഏരിയയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് ക്ലിയറായി കാണും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ട്യൂട്ടേഴ്സിൻ്റെ വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ കാണാം.